Hello everyone, welcome to our channel Biochem Mentor. I am Nisya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നടത്തുന്ന ബയോകെമിസ്റ്റ് എന്ന എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ സോൾവഡ് പേപ്പേഴ്സ് ആണ്. അതായത് കേരള PSC തന്നെ 2015 നടത്തിയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് വേണ്ടി നടത്തിയിട്ടുള്ള ബയോകെമിസ്റ്റ് എന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, during the formulation of urine in the kidney, most of the water is reabsorbed into the blood in the option A, ascending loop of Henle, option B, descending loop of Henle, option C, distal convoluted tubule, and option D, proximal convoluted tubule. Your right answer എന്ന് പറയുന്നത് option D ആണ്, proximal convoluted tubule. നമുക്കറിയാം കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക, അതിനുശേഷം ബ്ലഡിലുള്ള ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നെഫ്രോണിന്റെ ഒരു പിക്ചർ ആണ്. അപ്പം നെഫ്രോണിന്റെ ഓരോ പാർട്സും അതിന്റെ ഫങ്ഷൻസും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ഗ്ലോമറുലസ് ഫിൽറ്റേഴ്സ് സ്മോൾ സൊല്യൂട്ട്സ് ഫ്രം ദി ബ്ലഡ്. സോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഗ്ലോമറുലസിൽ വെച്ചിട്ട് ബ്ലഡിൽ ഉള്ള സ്മോൾ സൊല്യൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റും. ദെൻ നെക്സ്റ്റ് പാർട്ടാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. ഇവിടെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് വാട്ടർ കണ്ടന്റ്സ് ഒക്കെ റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് എടുത്തതിന് പിന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതൊക്കെ റീഅബ്സോർബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാം. സോ വാട്ടർ മെയിൻ ആയിട്ടും റീഅബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. വാട്ടർ മാത്രമല്ല, റീഅബ്സോർബ് അയോൺസ്, വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ദെൻ വിച്ച് റിമൂവ്സ് ടോക്സിൻസ് ആൻഡ് അഡ്ജസ്റ്റ്സ് ഫിൽട്രേറ്റ് pH. ഓക്കെ, അപ്പം ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ, അയോൺസ്, ന്യൂട്രിയൻസ് ഇതൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൽ വെച്ചിട്ടാണ്. മാത്രമല്ല ഫിൽട്രേറ്ററിന്റെ pH അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ദ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ. Aquaporins allow water to pass from the filtrate into the interstitial fluid, and then ascending loop of Henle reabsorb sodium and chloride from filtrate into the interstitial fluid. Okay, so sodium, chloride ഇതൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ascending loop of Henle വെച്ചിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് പാർട്ടാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് എന്താണ്, ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് selectively secretes and absorb different ions to maintain blood pH and electrolyte balance. Okay, but distal tubules-ന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് pH മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സെലക്റ്റീവ്ലി സെക്രീറ്റ്സ് ആൻഡ് അബ്സോർബ്. അപ്പം ആവശ്യത്തിനുള്ള അയോൺസ് മേ ബി സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീഅബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്റ്റൽ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് കളക്ടിങ് ഡക്ട് റീഅബ്സോർബ് സൊല്യൂട്ട്സ് ആൻഡ് വാട്ടർ ഫ്രം ദി ഫിൽട്രേറ്റ്. സോ ഇനി ഒട്ടുമിക്ക എല്ലാം തന്നെ ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴേക്കും വാട്ടറും സൊല്യൂട്ട്സും അതുപോലെ ഡ്രെയിൻസ്, അയോൺസ് എല്ലാം റീഅബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബാക്കി വരുന്ന വാട്ടർ, സൊല്യൂട്ട്സ് ഇതെല്ലാം തന്നെ റീഅബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, കളക്ടിങ് ഡക്റ്റിൽ വെച്ചിട്ടാണ്. ദെൻ അതിനുശേഷം ബാക്കിയുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം തന്നെ യൂറിനിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് യൂറിനിലൂടെ നമ്മുടെ ബോഡി എക്സ്ക്രീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following points about microfilaments are true except option A, they form cytoskeleton with the microtubules. Option B, they provide support and shape. Option C, they form intracellular conducting channels. And option D, they are involved in muscle cell contraction. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, they form intracellular conducting channels.
സോ ഇത് മാത്രമാണ് മൈക്രോട്യൂബ്യൂൾസ് അല്ലെങ്കിൽ മൈക്രോ ഫിലമെന്റ്സുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? മൈക്രോ ഫിലമെന്റ്സുമായിട്ട് ശരിയായിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം. Microfilaments form cytoskeleton with the microtubules. Microfilaments microtubules combine ചെയ്തിട്ട് cytoskeleton form ചെയ്യും, and they provide support and shape, and they are involved in muscle cell contraction. Okay, so നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് cytoskeleton എന്താണെന്ന് പഠിക്കാം. Cytoskeleton is an organized network of 3 protein filaments. They are microfilaments, microtubules, and intermediate filaments. Okay, അപ്പോൾ ഈ മൈക്രോഫിലമെന്റ്സും മൈക്രോട്യൂബ്യൂൾസും ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഈ 3 പ്രോട്ടീൻ ഫിലമെന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സൈറ്റോസ്കെലിറ്റൻ ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ സൈറ്റോസ്കെലിറ്റന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? It gives cells their characteristic shape. ഒരു സെല്ലിന് അതിന്റെ കറക്റ്റ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സൈറ്റോസ്കെലിറ്റൻ ആണ്. ആൻഡ് പ്രൊവൈഡ് അറ്റാച്ച്മെന്റ് പോയിന്റ്സ് ഫോർ ഓർഗനൽസ് ഫിക്സിംഗ് their ലൊക്കേഷൻ ഇൻ സെൽസ്. സോ ഒരു സെല്ലിനകത്തുള്ള ഓരോ ഓർഗനൽസിനും ഓരോ ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഓർഗനലിനെ അവിടെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? സൈറ്റോസ്കെലിറ്റൻ ആണ്. And also make communication between parts of cell possible. Okay, then അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓർഗനൽസിന് അല്ലെങ്കിൽ സെല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സൈറ്റോസ്കെലിറ്റൻ ആണ്. It is also responsible for the separation of chromosomes during cell division. ഇതിന് പുറമെ സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമസോംസിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സൈറ്റോസ്കെലിറ്റൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ മൈക്രോഫിലമെന്റ്സ്, മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഈ 3 പ്രോട്ടീനുകളുമാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് സെൽ ലോക്കോമോഷൻ ആൻഡ് മസിൽ ഫൈബർ കോൺട്രാക്ഷൻ. ഓക്കെ, ഹെൽപ്സ് സെൽ ലോക്കോമോഷൻ ആൻഡ് മസിൽ ഫൈബർ കോൺട്രാക്ഷൻ. ഇത്രയും ഫംഗ്ഷൻ ആണ് ഒരു സൈറ്റോസ്കെലിറ്റൻ ഉള്ളത്. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത് is an organized network of 3 protein filaments, microfilaments, microtubules, and intermediate filaments. Next question. Production of more than one phenotypic trait by a single gene is called option A, pleiotropy, option B, genetic determination, option C, codominance, and option D, genetic recombination. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്ലിയോട്രോപ്പി. ഓക്കെ, സോ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മോർ ദാൻ വൺ ഫിനോടൈപ്പിക് ട്രൈറ്റ് ബൈ എ സിംഗിൾ ജീൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി, ഓർ വൺ ജീൻ അഫക്ട്സ് മൾട്ടിപ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ്. സോ പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഡിസീസുകളാണ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഫീനൈൽ കീറ്റോനൂറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hydrolases are involved in hydrolysis of option A, esters, option B, glycosidic bond, option C, peptide bond, and option D, all of the above. Here right answer എന്ന് പറയുന്നത് option D ആണ്, all of the above. So hydrolases are involved in hydrolysis of esters, glycosidic bond, and peptide bond. ഹൈഡ്രോളൈസസ് എന്ന് പറയുന്നത് എൻസൈം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഹൈഡ്രോളൈസസ് എന്ന് പറയുന്നത്. ടൈപ്പ് എൻസൈം ആണ് ഹൈഡ്രോളൈസസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളൈസസ് ആർ എ ടൈപ്പ് ഓഫ് എൻസൈം ദാറ്റ് ആക്ട് ആസ് എ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ബൈ ബ്രേക്കിംഗ് എ കെമിക്കൽ ബോണ്ട് വിത്ത് വാട്ടർ, റിസൾട്ടിംഗ് ഇൻ ദ ഡിവിഷൻ ഓഫ് എ ലാർജ് മോളിക്യൂൾ ഇൻടു സ്മോളർ മോളിക്യൂൾസ്. Esterase enzymes such as lipase, phosphatases, glycosidases, peptidases, and nucleosidases are examples of hydrolase enzymes. Okay, hydrolase enzymes in examples are esterase enzymes such as lipase, phosphatase, glycosidases, peptidases, and nucleosidases. Next question. What are coadherents? Option A, proteins that permit adjacent cells to form adherence junctions. Option B,
proteins that links the basal membrane of epithelial cell to laminins. Option C, protein that bind integrins to intermediate filaments in skin cells. Option D, proteins that allow white blood cells to connect to a rolling stop in blood vessel. Your right answer is option A, proteins that permit adjacent cell to form adherence junction. So, coadherins എന്താന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Coadherins are a group of proteins that help cell stick together. Coadherins എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻസ് ആണ് that help cell stick together. രണ്ട് സെൽ ഇങ്ങനെ അടുത്തടുത്ത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് coadherins എന്ന് പറയുന്നത്. They are the main components of certain types of junction between cells. These connections help define how a cell will be integrated into a structure like a layer of skin or an organ. So, ഒരു സെല്ല് ഒരു ലെയറിൽ ഒരു കുറേ സെല്ലുകൾ ഇങ്ങനെ ഒന്നിച്ച് ഒട്ടി നിന്ന് ഒരു ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതായത് ഒരു സ്കിന്നിന്റെ ലെയർ അല്ലെങ്കിൽ ഒരു ഓർഗൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് coadherins എന്ന് പറയുന്നത്. Cell to cell addition mediated by coadherins plays an important role in tissue differentiation, holding the tissue together as they form during embryonic development. So, coadherins embryonic development സ്റ്റേജിൽ തന്നെ ഫോം ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. Coadherins are calcium dependent addition. Okay, അപ്പോൾ coadherins are calcium dependent addition. Next question. The glial cells that destroy microorganisms in the central nervous system are option A, microglia, option B, satellite cells, option C, oligodendrocytes, and option D, astrocytes. Your right answer, option A ആണ് microglia. Okay, so ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഗ്ലിയൽ സെല്ലുകൾക്ക് എക്സാമ്പിൾ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്ലിയൽ സെല്ലുകൾക്ക് എക്സാമ്പിൾസ് ആണ്. അതിൽ ഗ്ലിയൽ സെൽസിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെല്ലുകളാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഗ്ലിയൽ സെല്ലുകളാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ന്യൂറോഗ്ലിയൽ സെൽസ്, അവയുടെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഇതെന്തൊക്കെയാണെന്ന് പഠിക്കാം. ന്യൂറോഗ്ലിയൽ സെൽസ് രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോഗ്ലിയൽ സെൽസ്, അതിന് എക്സാമ്പിൾസ് ആണ് ആസ്ട്രോസൈറ്റ്സ്, എപ്പെൻഡിമൽ സെൽസ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് മൈക്രോഗ്ലിയ. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോഗ്ലിയൽ സെൽസ്, അതിന് എക്സാമ്പിൾസ് ആണ് സാറ്റലൈറ്റ് സെൽസ് ആൻഡ് ഷ്വാൻ സെൽസ്. സോ ഫസ്റ്റ് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോഗ്ലിയൽ സെല്ലുകളെ കുറിച്ച് പഠിക്കാം. First one, astrocytes, which maintain blood-brain barrier. So, blood-brain barrier cross ചെയ്തുകൊണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും പാർട്ടിക്കിൾസ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ആസ്ട്രോസൈറ്റ്സ് ആണ്. കൺട്രോളിംഗ് ദ ലെവൽസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ അറൌണ്ട് സിനാപ്സസ്. മാത്രമല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുക, അതിന്റെ ഒരു ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആസ്ട്രോസൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെഗുലേറ്റ് അയോൺസ്, അയോൺസിന്റെ ലെവൽ കൂടാതെയും കുറയാതെയും അതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത് ആസ്ട്രോസൈറ്റ്സ് ആണ്. ആൻഡ് പ്രൊവൈഡിങ് മെറ്റബോളിക് സപ്പോർട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു മെറ്റബോളിക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും ആസ്ട്രോസൈറ്റ്സിന് കഴിയും. Then ependymal cells, which line spinal cord and the ventricles of the brain. So spinal cordലും അതുപോലെ തന്നെ ventricles of the brains ഇവിടെയൊക്കെയാണ് ependymal cells present ആയിട്ടുള്ളത്. Involved in producing cerebrospinal fluid. So CSF അല്ലെങ്കിൽ cerebrospinal fluid സെക്രീറ്റ് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ependymal cells എന്ന് പറയുന്നത്. Then oligodendrocytes, which myelinate central nervous system axons. So central nervous systemത്തിൽ present ആയിട്ടുള്ള ഒരു ന്യൂറോണിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ ന്യൂറോണിന്റെ ആക്സോൺ ആണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഈ ആക്സോണിന്റെ ചുറ്റും മൈലിനേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന സെല്ലുകളാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. സോ
ന്യൂറോൺസിന് നല്ല ലെങ്ത് ഉണ്ടാവും അല്ലേ? ന്യൂറോൺസിന്റെ ആക്സോണിന് നല്ല ലെങ്ത് ഉണ്ടാവും. സോ ആക്സോണിന് ചുറ്റും ഇങ്ങനെ മൈലിനേറ്റ് ചെയ്ത് അതിനൊരു സ്ട്രെങ്ത്, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ മൈക്രോഗ്ലിയ which is known as brain's immune cells. ബ്രെയിൻസിലെ ഇമ്മ്യൂൺ സെല്ലുകളാണ് മൈക്രോഗ്ലിയ എന്ന് പറയുന്നത്. And which remove dead cells and pathogens by phagocytosis. Phagocytosis വഴി ഡെഡ് സെല്ലുകളുടെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ പാത്തോജൻസിനെ റിമൂവ് ചെയ്യുക, ഇതൊക്കെയാണ് മൈക്രോഗ്ലിയൽ സെല്ലുകളുടെ ഫംഗ്ഷൻ. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോഗ്ലിയൽ സെല്ലാണ് സാറ്റലൈറ്റ് സെല്ല്. Surround neuron cell bodies in ganglia, regulate neurotransmitter levels. Okay, സാറ്റലൈറ്റ് സെല്ലിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ലെവലില് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Then Schwann cells myelinate neurons in peripheral nervous system. So പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോൺസിനെ മൈലിനേറ്റ് ചെയ്യുക, ഇതാണ് ഷ്വാൻ സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോൺസിനെ മൈലിനേറ്റ് ചെയ്യുന്ന, ന്യൂറോൺസിന്റെ ആക്സോണിനെ മൈലിനേറ്റ് ചെയ്തത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണെങ്കിൽ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂറോൺസിനെ മൈലിനേറ്റ് ചെയ്യുന്നത് ഷ്വാൻ സെല്ലാണ്. ആൻഡ് വിച്ച് മെയിൻ്റെനൻസ് ആൻഡ് റീജനറേഷൻ ഓഫ് ന്യൂറോൺസ് ആഫ്റ്റർ ഇഞ്ചുറി. സോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ നടന്നു കഴിഞ്ഞാൽ ന്യൂറോൺസിനെ റീജനറേറ്റ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള ഫംഗ്ഷനും ആർക്കുണ്ട്? ഷ്വാൻ സെല്ലുകൾക്കുണ്ട്. സോ ഇത്രയാണ് ന്യൂറോഗ്ലിയൽ സെല്ലുമായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following does not contribute to the resolution attainable by a microscope? Option A, refractive index of the material between specimen and the lens. Option B, numerical aperture of the lens. And option C, the magnitude of the objective lens. And option D, the wavelength of the light. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, the magnitude of the objective lens. ഈ ഓപ്ഷൻ മാത്രമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്. ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. The refractive index of the material between the specimen and the lens, and the numerical aperture of the lens, and the wavelength of the light. Next question, which of the following does not occur during PCR? PCR എന്ന് പറഞ്ഞാൽ polymer chain reaction. Option A, production of many pieces of single stranded DNA. Option B, the amount of DNA doubles with each round of replication. Option C, repeating cycles of heating and cooling DNA. Option D, the strands of the original DNA samples are unwound. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൊഡക്ഷൻ ഓഫ് മെനി പീസസ് ഓഫ് സിംഗിൾ സ്ട്രാൻഡഡ് DNA. സോ PCR എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിനകത്ത് എവിടെയും തന്നെ എന്തില്ല, സിംഗിൾ സ്ട്രാൻഡഡ് DNA പീസസുകൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡഡ് DNA പീസസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ദ എമൗണ്ട് ഓഫ് DNA ഡബിൾസ് വിത്ത് ഈച്ച് റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ. ഓരോ റൗണ്ട് റെപ്ലിക്കേഷൻ കഴിയുന്ന സമയത്തും DNA ഡബിൾ ആയിക്കൊണ്ട് വരികയാണ്. ദെൻ റിപ്പീറ്റിംഗ് സൈക്കിൾസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് DNA. സോ ഈ PCR എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് റിപ്പീറ്റിംഗ് സൈക്കിൾസ് ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്യുക, അതുപോലെ കൂൾ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് റൗണ്ട്സ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്തിട്ടാണ് PCR എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ദ സ്ട്രാൻഡ്സ് ഓഫ് ദ ഒറിജിനൽ DNA സാമ്പിൾസ് ആർ അൺവാൾഡ്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. സോ നമുക്ക് PCR എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നിക്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുക്കും. സോ ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഡീനാച്ചുറേഷൻ നടത്തുകയാണ്. ഡീനാച്ചുറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഓരോ സ്റ്റാൻഡും സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ സ്റ്റാൻഡുകളെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത്. ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലേക്ക് നമ്മൾ പ്രൈമർ അനീൽ ചെയ്ത് കൊടുക്കുകയാണ്. സോ പ്രൈമർ അനീലിംഗ് നടത്തും. സോ എന്ത് ചെയ്യും, ഈ പ്രൈമർ എന്ത് ചെയ്യും, ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൈമർ എന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും.
എന്തിന്റെ ഹെൽപ്പോട് കൂടി DNA പോളിമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രൈമർ ഇലോങ്ങേഷൻ നടക്കും. അങ്ങനെ നമുക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു DNA മോളിക്യൂൾസ് കിട്ടും. സോ ഒരു തവണ ഈ ഒരു പ്രോസസ്സ് PCR എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു DNA സ്ട്രാൻഡിൽ നിന്നും 2 DNA സ്ട്രാൻഡുകൾ കിട്ടി. ഓക്കെ, ദെൻ ഈ ഒരു സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും ഡീനാച്ചുറേഷൻ, അനീലിംഗ്, ഇലോങ്ങേഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് സൈക്കിളിൽ നമുക്ക് 4 DNA മോളിക്യൂൾസ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം DNA മോളിക്യൂൾസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ PCR അല്ലെങ്കിൽ പോളിമർ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് DNA മോളിക്യൂൾസ് കിട്ടും. ഓക്കെ, next question. Tendons are composed of dash connective tissues. Option A, areolar. Option B, allo-elastic. Option C, dense regular. And option D, skeletal. Your right answer, option C ആണ് dense regular. So tendons are composed of dense regular connective tissues. So നമ്മൾ ടെൻഡൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് ആർ എസെൻഷ്യൽ ടു അവർ മൂവ്മെന്റ്. നമ്മുടെ ബോഡി മൂവ്മെന്റിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻസ് ആണ് ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് എന്ന് പറയുന്നത്. Then the ligaments are fibrous connective tissues ആണ് that connect bonds to bone and serve to hold structures together. So ligaments ആണ് ബോൺ ടു ബോൺ, ഒരു ബോണിനെ അടുത്ത ബോണുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത്, ഹോൾഡ് ചെയ്ത് നിർത്തുക. ആ സ്ട്രക്ചേഴ്സിനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ലിഗമെന്റ്സ് ആണ്. ലിഗമെന്റ്സ് എന്ന് പറയുന്നത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. While tendons are fibrous connective tissues that attach muscle to bone or other body structures. Okay, so മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി സ്ട്രക്ചറുമായിട്ട് മസിലിനെ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഇതും ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which event does not take place during anaphase A and or anaphase B? Option A, formation of kinetochore microtubules. Option B, elongation of polar microtubules. Option C, shortening of astral microtubules. And option D, movement of kinesin towards the plus end of polar microtubule. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫോർമേഷൻ ഓഫ് കൈനറ്റോകോർ മൈക്രോട്യൂബ്യൂൾസ്. ബാക്കി എല്ലാ ഓപ്ഷൻസും എന്താണ്? റൈറ്റ് ആൻസർ ആണ്. ഇത് മാത്രമാണ് ഇവിടെ നോട്ട് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് അനാഫേസ് എ ആൻഡ് അനാഫേസ് ബി എന്ന് പറയുന്നത്. സോ ബാക്കി എല്ലാ ഓപ്ഷൻസും എന്താണ്? അനാഫേസ് എയിലും ബിയിലും നടക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാ നോക്കാം. ഇലോങ്ങേഷൻ ഓഫ് പോളാർ മൈക്രോട്യൂബ്യൂൾസ് and shortening of astral microtubules and movement of kinesin towards the plus end of polar microtubules. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, താങ്ക് യു.